താങ്കൾ പാർട്ടിയുടെ ഭാഗമാകാൻ പോകുകയാണെന്നാണ്. അതെ അതെ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ CPIM ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണിത്. 20 വർഷം ഞാൻ സഹയാത്രികനായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ പാർട്ടി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മളുടെ രാജ്യത്ത് ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ പോയി ആരംഭഘട്ടത്തിൽ മതേതര സർക്കാരുകൾ അധികാരത്തിൽ വന്നു. എന്നാൽ ആ മതേതര സർക്കാരുകൾക്കൊന്നും 1.5 പതിറ്റാണ്ടിലധികം ആയുസ്സില്ല എന്നുള്ളതാണ് ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. മമതാ ബാനർജി വലിയ കൊടുങ്കാറ്റുയർത്തിയാണ് അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ആ മമതാ ബാനർജി തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അവരുടെ പാർട്ടി പിളർന്നു. അവർ തന്നെ അവരുടെ പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളും പിരിച്ചുവിട്ടു. BJPക്ക് വളരെ സേഫായിട്ടുള്ള ഒരവസ്ഥയിൽ ബംഗാൾ ഭരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുന്നു. കേരളത്തിലും അധികം വൈകാതെ സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ്. ഇപ്പോൾ BJPയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF വലിയ തോതിലുള്ള വർഗീയ മതധ്രുവീകരണം നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് 3 സീറ്റാണ് ബംഗാളിൽ കിട്ടിയത് ആ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഓർക്കണം. ആ 3 പിന്നീട് അവിടെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യസ്നേഹികളും മതനിരപേക്ഷവാദികളും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം, CPIMനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്. ഈ വിശ്വാസികൾക്ക് പൊതുവെ മെമ്പർഷിപ്പ് എടുക്കുന്നതിൽ വലിയ അപാകതകളുണ്ട് എന്നൊക്കെയാണ് പല വെപ്പുകൾ. അതൊക്കെ മുസ്ലിം ലീഗ് തരാതരം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് മുസ്ലിം സമുദായത്തിനിടയിൽ. അതുപോലെ തന്നെ ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവ സമുദായത്തിനിടയിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുമ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. 1967 കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നത്. അത് 1ാം പിണറായി സർക്കാരിന് ശേഷം 1ാം EMS സർക്കാരിന് ശേഷം രൂപം കൊണ്ട 2ാം EMS സർക്കാരിലാണ്. ആ 2ാം EMS സർക്കാരിൽ അന്ന് മുസ്ലിം ലീഗ് തൊപ്പിവെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ മന്ത്രിസഭയിൽ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവരെ ആരും വിലക്കിയില്ല. എന്നാൽ അവർ തന്നെ ഇടതുപക്ഷത്തെക്കാൾ മതനിരപേക്ഷം എന്ന് പറയുന്ന ഒരു സർക്കാരിൽ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLAമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വരെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ലീഗ് MLAമാർ, ലീഗ് മന്ത്രിമാർ എന്താണ് അള്ളാഹുവിനെ വിട്ട് ദൈവത്തിലേക്ക് മാറിയത്? എന്താണ് തൊപ്പി മാറ്റിയത്? അതിനു മാത്രം എന്ത് പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ലീഗ് MLAമാർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ലല്ലോ. അവർക്കതിന് പ്രതികൂലമായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അവരാ കാര്യം വ്യക്തമാക്കണം. ഇപ്പോൾ BJP രാജ്യം ഭരിക്കുന്നത് കൊണ്ട്, BJPയുടെ ഗവർണർ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് കൊണ്ട് ഞങ്ങളുടെ മന്ത്രിമാർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു, അള്ളാഹുവിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ തൊപ്പി ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ലീഗ് വ്യക്തമാക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സംജാതമായിട്ടുണ്ടോ? അവർ വളരെ തെറ്റായൊരു മെസ്സേജാണ് ജനങ്ങൾക്ക് നൽകുന്നത്. തൊപ്പി വെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ നടക്കുന്നുണ്ട്. അവരോടൊക്കെ ഇനി പറയാൻ പോകുന്നത് തൊപ്പി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല.
ലീഗുകാർ ഇതുവരെ തൊപ്പി വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയിരുന്നത്. അള്ളാഹു എന്ന് നിങ്ങൾ പറയേണ്ടതില്ല, പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത്. ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ അത് പർപ്പസ് പൂർത്തിയാകും എന്ന് കരുതുന്ന ആളാണ് ഞാൻ. 2006 ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അന്ന് അതിനെ ശക്തമായി എതിർത്തവരാണ് മുസ്ലിം ലീഗുകാർ. അന്ന് ഞാൻ പിന്തുടർന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞവർക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അവർ വ്യക്തമാക്കണം. വിശ്വാസികൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. തീർച്ചയായിട്ടും. എന്താ പ്രശ്നം? ഇടതുപക്ഷം ആരോടും നിങ്ങളുടെ മതപരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ സ്വകാര്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കരുത് എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതെനിക്ക് ബോധ്യമാണ്. CPIM-ന്റെ 3 ജാഥകളിൽ ഞാൻ അംഗമായിരുന്നു. ഒരു സന്ദർഭത്തിൽ പോലും ഒരു മതാചാരവും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല, ലംഘിക്കേണ്ടി വന്നിട്ടില്ല. മമതാ ബാനർജി തോറ്റില്ലേ? സ്റ്റാലിൻ തോറ്റില്ലേ? ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു വെയ്വിൽ ആദ്യമായിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷത്തിന് എതിരായി ഇത്ര ശക്തമായൊരു വെയ്വുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. 2006 അതുണ്ടായിരുന്നില്ല, കാരണം LDF-ന് അനുകൂലമായിട്ടുള്ള തരംഗമായിരുന്നു. 2011 LDF-ന് വല്ലാതെ വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിരുന്നില്ല. 68 സീറ്റാണ് അന്ന് LDF-ന് കിട്ടിയത്. 2016 LDF-ന് അനുകൂലമായ തരംഗമായിരുന്നു. 2021 അനുകൂലമായ തരംഗമായിരുന്നു. 2026 LDF-ന് വളരെ ശക്തമായ ഒരു വിരുദ്ധ തരംഗത്തിൽ എനിക്ക് മത്സരിക്കേണ്ടി വന്നത്. അല്ല, ആ വെള്ളാപ്പള്ളി നടേശനെ തന്നെ അല്ലേ ഇപ്പോൾ ആരൊക്കെ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്? മന്ദു, ബിന്ദു, കൃഷ്ണ ആ വെള്ളാപ്പള്ളി നടേശനെ പോയി അനുഗ്രഹം വാങ്ങിയില്ലേ? അവര് വോട്ട് വാങ്ങിയത് ആ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കാറിൽ കയറ്റിയത് അദ്ദേഹം നടത്തിയ പ്രസ്താവനക്ക് അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള ഒരു എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ ബിന്ദു കൃഷ്ണ മന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടതും അനുഗ്രഹം വാങ്ങിയതും എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? തുഷാർ വെള്ളാപ്പള്ളി NDA-യുടെ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ ഇനിമേലിൽ ഒരു നേതാവിനെയും, മതനേതാവിനെയും, സമുദായ നേതാവിനെയും പോയി കാണില്ല എന്ന് പറഞ്ഞിട്ട് അതേ നേതാക്കന്മാരെ പോയി കാണാൻ വ്യഗ്രത കാണിക്കുന്നു. അപ്പോൾ ലെറ്റ് us wait and see. അല്ല, അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ഒരാളെ, അത് ബോധ്യമായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള UDF എന്തിനാണ് അതിലെ ഒരു മന്ത്രി വെള്ളാപ്പള്ളിയെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങാൻ നിന്നത്? അത് അവരോട് ചോദിക്കും. അതെ അതെ, അങ്ങനെയല്ല. ഭാര്യ ഇതുവരെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിരുന്നു, കഴിഞ്ഞ 10 വർഷം പ്രിൻസിപ്പലായിരുന്നു. അത് അവളുടെ ഇഷ്ടമാണ്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ല. അവൾക്കും മെമ്പർഷിപ്പ് എടുക്കണം, താഴെ തട്ടിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യണം. ഒരു മതവിശ്വാസിനിയായിക്കൊണ്ട് തന്നെ എങ്ങനെ സ്ത്രീകൾക്കും ഇടതുപക്ഷത്തും CPIM-ലും പ്രവർത്തിക്കാമെന്ന് മതബോധമുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ഒരു മെസ്സേജ് കൂടി അവൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാണ് നേർക്കുനേറുള്ള പോരാട്ടമില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. കാര്യങ്ങൾ ഭംഗിയായിട്ട് ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ പോരാട്ടത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഇപ്പോൾ തന്നെ ധവളപത്രം ഇറക്കിയപ്പോൾ തന്നെ പെൻഷൻ പ്രായം കൂട്ടുന്നതിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. കിഫ്ബി ഒരു വലിയ ബാധ്യത ഉണ്ടാക്കുന്നു, വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ്, സാമ്പത്തിക ബാധ്യതയിലാണ് സംസ്ഥാനം എന്ന് ധവളപത്രത്തിലുണ്ട്. അത് കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള ഒരു ഈ സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. 2-3 മാസം നമുക്ക് കാത്തിരിക്കാം. അവരേതൊക്കെ പദ്ധതികളാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കുക. അവർക്കൊരിക്കലും ഈ സർക്കാരിൻ്റെ പദ്ധതികളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവർ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ. കാരണം ഒരു മൈനസും വികസന രംഗത്ത് പറയാൻ ഇല്ലാതെ പോയ ഒരു സർക്കാരാണ്
കഴിഞ്ഞ 10 വർഷം ഈ സംസ്ഥാനം ഭരിച്ചു. എന്നിട്ടും ജനങ്ങൾ ആ സർക്കാരിനെ 10 വർഷം ഭരിച്ചു, ഇനി UDF ഒന്ന് ഭരിക്കട്ടെ എന്നുള്ള നിലയിൽ തോൽപ്പിച്ചു. അപ്പം ഇനി ജനങ്ങൾക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലടക്കം ഒരു പഠനം വേണ്ടല്ലോ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ UDF ജയിച്ച മണ്ഡലങ്ങൾ നോക്കാം, അവിടുത്തെ ഭൂരിപക്ഷം നമുക്ക് നോക്കാവുന്നത് 50,000, 60,000 വലിയ ഭൂരിപക്ഷമാണ്. പലയിടങ്ങളിലും വോട്ട് നേടിയ അത്ര ഭൂരിപക്ഷം. അത് ശരിക്കും പഠിക്കേണ്ടതല്ല ശരിക്കും. അല്ല, അത്രയൊന്നും എന്തുണ്ടായാലും പ്രശ്നമില്ല, ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണല്ലോ, എന്ന സന്ദേശമാണല്ലോ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ലീഗിന് എന്തും ചെയ്യാം, എന്ത് തോന്നിവാസവും ലീഗിന് ചെയ്യാം. എത്ര ജനകീയ വിരുദ്ധമായും ലീഗിന് ഭരിക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾക്ക് ജനങ്ങൾ വലിയ ഭൂരിപക്ഷം തന്നിട്ടുണ്ട്. ആ ഒരു ധിക്കാരത്തിലേക്ക് ലീഗിനെ ഈ മഹാഭൂരിപക്ഷം വഴി നടത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പഠിക്കേണ്ടതല്ലേ ഈ ഒരു വിഷയത്തിൽ പഠനം നടത്തേണ്ടതല്ലേ? അല്ല, അത് പഠിച്ചിട്ടുണ്ടല്ലോ. ആളുകൾക്കിടയിൽ മതബോധവും ജാതിബോധവും സമുദായ ബോധവും ഊതി വീർപ്പിച്ച് അത് വർഗീയതയെ ശക്തമായിട്ട് ഉപയോഗപ്പെടുത്തി എങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ UDF കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ജില്ലയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾ കൂടെയാണ്. ജില്ല വിഭജിക്കണമെന്നുള്ളൊരു ആവശ്യം മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തും അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു ജില്ലയുടെ ഒരു വിഭജനം കൊണ്ട് ജില്ലയുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വികസന കാര്യങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ UDFനെ പിന്തുണച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരത് ചെയ്യുമായിരിക്കും. ഈ LDFിനകത്തെ യുവ നേതാവുമായി ബന്ധപ്പെട്ട പദവിയുമായി ബന്ധപ്പെട്ട CPIയിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്, തർക്കം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അതൊന്നും ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ലല്ലോ. ശരി.